ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ബോട്ടിലായിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. ഇന്നും വാൾ ഡെക്കേഴ്സ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു 3 വാൾ ഡെക്കറാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാൾ ഡെക്കർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വാൾ ഡെക്കറിന് ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡിൻ്റെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാർഡ്ബോർഡിൽ നിന്ന് ഇങ്ങനെ ചെറിയ നീളത്തിലുള്ള പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ 4 ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഫ്രെയിമിലേക്ക് ഒരു നല്ലൊരു ഭംഗി കിട്ടാനായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫെവിക്കോളും വെള്ളം കൂടെ 2:1 റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഞാനിവിടെ എക്സെല്ലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് എക്സെല്ലിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്രെയിമിൻ്റെ നടുക്ക് ഭാഗത്തില്ലേ, അപ്പോൾ ആ ഭാഗത്തായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ആക്കി കൊടുത്തിട്ട് എന്നിട്ട് അവിടെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ആ ഒരു ഫ്രെയിം നല്ലൊരു ഭംഗി കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, എല്ലാ തന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഫ്രെയിം ഉണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഞാനിവിടെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫ്രെയിം ബ്ലാക്ക് കളർ പെയിൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു വേസ്റ്റ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കില്ലേ, കമ്പത്തിൻ്റെ തണ്ടാണ്. നമ്മൾ ഈ കമ്പം ഇങ്ങനെ പുഴുങ്ങിയിട്ടൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ പുറത്തുള്ളൊക്കെ എടുക്കുമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മളിത് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലവറിനെ പോലെ തന്നെ കിട്ടും. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഞാനിവിടെ ക്രിംസൺ റെഡ് വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റെഡ് കളർ ഫ്ലവർ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബ്ലൂ കളറും യെല്ലോ കളറൊക്കെ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങളുടെ ഒരു കയ്യിലുള്ള പെയിൻറ്റൊക്കെ നോക്കിയിട്ട് പിന്നെ നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് നമ്മളത് കാണാനായിട്ട്. ആ ഒരു കമ്പത്തിൻ്റെ ഒരു തണ്ട് വേസ്റ്റാക്കി കളയുന്ന ഒരു തണ്ട് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ലീവ്സൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എക്കാർട്ടൻസ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് ലീവ്സൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ലീവ്സാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്കാർട്ടൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാർബണിൻ്റെ പീസ് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഒരുപാട് വാൾ ഡെക്കറിലും ബോട്ടിൽ ആർട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കയ്യിലുള്ള മെറ്റീരിയൽസിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ലീഫിന് ഞാനൊരു സാബ് ഗ്രീൻ പെയിൻറ്റ് ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫ്രെയിമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ബ്ലാക്ക് കളർ പെയിൻറ്റൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാനായിട്ട് ഞാൻ പേൾ ബ്ലൂ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം മെറ്റാലിക് കളേഴ്സൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെമ്മിന് പകരമായിട്ട് ഞാനിവിടെ വൂളൻ ത്രെഡാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ജൂട്ട് ത്രെഡ് അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിതുപോലെ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു എൽ ഷേപ്പിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ഫ്രെയിമിനനുസരിച്ച് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ആ ഒരു ലീഫും അതൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ലീഫിന് ഞാൻ യെല്ലോ കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലവറിൻ്റെ നടുക്കാണെങ്കിലും യെല്ലോ ഫ്ലവറിൻ്റെ നടുക്ക് റെഡ് കളർ, റെഡ് ഫ്ലവറിൻ്റെ നടുക്ക് യെല്ലോ കളർ, അപ്പോൾ അങ്ങനെയും കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പെയിൻറ്റിൻ്റെ ആ ഒരു ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ആരും ഇത് കണ്ടാൽ പറയില്ല കേട്ടോ, ആ ഒരു കമ്പത്തിൻ്റെ ആ ഒരു വേസ്റ്റ് ആണെന്നുള്ളത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ആ ഒരു ഫ്രെയിമിനും ചെറുതായിട്ടൊരു മെറ്റാലിക് കളർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് ആയിട്ട് കളയുന്ന കമ്പത്തിൻ്റെ ഒരു തണ്ട് വെച്ച് നല്ല അടിപൊളിയായിട്ടൊരു വാൾ ഡെക്കറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ആരും കണ്ടാൽ പറയില്ല കേട്ടോ, ആ ഒരു തണ്ടാണെന്നുള്ളത്. ഇവിടെ തന്നെ ഞാൻ ഓരോരുത്തരിങ്ങനെ കാണുമ്പോൾ അത് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഇതാണ്, ആ ഒരു കമ്പത്തിൻ്റെ ഒരു വേസ്റ്റ് ആണോ ചോദിച്ചിട്ട്. കാരണം അത്രയും ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ഇങ്ങനെ കളക്ട് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒന്നാമത്തെ ഒരു വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വാൾ ഡെക്കർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാർഡ്ബോർഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനൊരു ഫ്രെയിം പോലെ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ന്യൂസ് പേപ്പർ റോൾ ചെയ്തിട്ട് ഫ്രെയിം പോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 4 എണ്ണം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പേപ്പർ റോൾ ഇങ്ങനെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കട്ടെ, അങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെ നേരത്തെ ഒരു ഫ്രെയിം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ സൺഫ്ലവറിൻ്റെ സീഡ്സും പംകിൻ സീഡൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഇത് തന്നെയാണ്. അധികം പെയിൻറ്റൊക്കെ ചെയ്യാത്ത നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഫ്രെയിമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റൊക്കെ ചെയ്തെടുക്കണം.
ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എഗ് കർട്ടൻസ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എഗ് കർട്ടൻസ് ആദ്യം നമ്മളത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് 2-3 ടൈപ്പ് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം നമ്മളിങ്ങനെ ആ ഒരു എഗ് കർട്ടൻസിൻ്റെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത ഒരു കപ്പ് പോലുള്ളത് അത് ഫുള്ളായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൽ നിന്നൊരു 4 പെറ്റലിൻ്റെ ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പം നമുക്ക് 4 പെറ്റലിലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ലൊരു ഭംഗിയാട്ടോ കാണാനും. പിന്നെ ഞാൻ അതിൽ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഒരു വേസ്റ്റൊക്കെ എടുത്ത് അതിൽ നിന്ന് ഞാൻ കുറച്ച് ലീവ്സും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും ലീവ്സൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ ഞാൻ ഒരു ജസ്റ്റ് ആ ഒരു കപ്പ് പോലുള്ള ടൈപ്പിൽ കുറച്ച് ഫ്ലവറും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പെറ്റലിൻ്റെ ആ ഒരു ഇതിൽ കട്ട് ചെയ്യാതെ. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തു. അപ്പോൾ അതിനൊക്കെ ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാനും വീഡിയോ ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പെയിൻറ്റ് ചെയ്തെടുക്കുന്നതൊക്കെ. അപ്പോൾ റെഡ് കളറ്, യെല്ലോ കളറ്, വൈറ്റ് കളറൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തു. പിന്നെ അതുപോലെ കുറച്ച് ലീവ്സിന് ഗ്രീൻ കളറും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കപ്പ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലവറിൻ്റെ സൈഡ്സ് ഇതുപോലെ അങ്ങനെ തിന്നായിട്ട് നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3 ടൈപ്പ് ഫ്ലവേഴ്സും പിന്നെ അതുപോലെ കുറച്ച് ലീവ്സുമാണ് എഗ് കർട്ടൻസ് വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒഴിവാക്കി കളയുന്ന എഗ് കർട്ടൻസ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു 3 ടൈപ്പ് ഫ്ലവേഴ്സും ലീവ്സൊക്കെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്രെയിമിലേക്ക് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിം ഇപ്പോൾ നല്ല ബ്ലാക്ക് കളർ പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് സ്റ്റെമ്മിന് പകരമായിട്ട് വൂളൻ ത്രെഡാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്, ഗ്രീൻ കളർ വൂളൻ ത്രെഡ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ജൂട്ട് ത്രെഡ് ഒട്ടിച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ സ്റ്റെമ്മ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രെയിം ഭയങ്കര ചെറിയതുപോലെ തോന്നിയില്ലേ, കുറച്ചൊരു ഇതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വലിയൊരു ഫ്രെയിമിലേക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അടക്കയുടെ മുട്ടാണ്. മുട്ട് ഇങ്ങനെ ഉണങ്ങിയിട്ടുള്ളതാണ്. അത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ബഡ്സിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ അതിന് മുമ്പ് ഞാൻ കുറച്ച് അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്ന സമയത്തുള്ളത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തതാണ്. അപ്പോൾ അത് ചെറിയ ചെറിയ പീസായിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ചുരുട്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് ഈ ഫ്ലവറിൻ്റെ നടുക്കൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ വേണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നമ്മൾ ആ ഒരു ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇങ്ങനെ നടുക്കും കൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബഡ്സില്ലേ, അപ്പോൾ അത് യെല്ലോ കളർ പെയിൻറ്റ് ചെയ്തിട്ട് ഞാൻ അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒക്കെ സൈഡിലായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ യെല്ലോ കളർ പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ലീഫിന് ജസ്റ്റ് ഒരു ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഫ്ലവേഴ്സും ലീവ്സും എല്ലാം ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിതിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്കിത് പൊടിയൊക്കെ അടിക്കുന്ന സമയത്തൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്, നനച്ചൊക്കെ തുടയ്ക്കാനൊക്കെ പറ്റും. പിന്നെ ഒരുപാട് കാലത്ത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളിത് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഗ്ലൈസിങ്ങും വന്നിട്ടുണ്ട്, നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് ആക്കി കളയുന്ന എഗ് കർട്ടൻസ് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടൊരു വാൾ ഡെക്കറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു റെഡ് കളറും പല കളേഴ്സൊക്കെ ആയിട്ട് വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എഗ് കർട്ടൻസൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്കൊക്കെ അയക്കുക കേട്ടോ. അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ വാൾ ഡെക്കർ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരു വാൾ ഡെക്കർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാർഡ്ബോർഡ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കാർഡ്ബോർഡിൻ്റെ ഇതുപോലെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൽ നിന്നൊരു ആർച്ച് പോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബിസ്ക്കറ്റിൻ്റെ ഒരു ടിന്നിൻ്റെ ഒരു മൂടി വെച്ചിട്ടൊന്നിങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് റൗണ്ട് ആയിട്ടുള്ള ഒരു പ്ലേറ്റൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ അങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതിന് കാർഡ്ബോർഡ് എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനൊരു ആർച്ച് പോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തത് ജൂട്ട് ത്രെഡാണ്. അപ്പോൾ നമുക്ക് ഈ ജൂട്ട് ത്രെഡ് ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതിനെ ഒരു ബോർഡർ പോലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്നിങ്ങനെ പിരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം അതിന് ഒരു എക്സ്ട്രാ ഒരു ത്രെഡൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഞാനൊരു ലൈറ്റർ വെച്ചിട്ടൊന്നിങ്ങനെ ബേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു താഴെ ഭാഗത്തൊക്കെ ഇങ്ങനെ എക്സ്ട്രാ ജൂട്ട് ത്രെഡ് ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ റൗണ്ടായിട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വാൾ ഡെക്കർ ചെയ്താൽ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നിയാണ് അതുപോലെ ഒന്നിങ്ങനെ ട്രൈ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പീക്കോക്കിൻ്റെ ഫെതേഴ്സാണ്. അപ്പോൾ ഇത് മോളുടെ ഒരു ഡ്രസ്സിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു ഇവിടെ.
അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പീക്കോക്കിൻ്റെ ഫെതേഴ്സൊക്കെ നമ്മൾ ഇതിലേക്കൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അധികം ഇങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ആ ഒരു മയിൽപ്പീലി ഇങ്ങനെ കാണുന്ന രീതിയിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഫെവിക്കോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഗ്ലൂ ഗൺ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടും. കുറച്ച് സമയം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മയിൽപ്പീലിയും ജൂട്ട്ത്രെഡും നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു ഭയങ്കര ഒരു കളേഴ്സും പിന്നെ ആ ഒരു ജൂട്ട്ത്രെഡിൻ്റെ ഒരു മങ്ങിയ കളറും കൂടെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വാളിലൊക്കെ ഒട്ടിച്ചെടുത്താൽ നല്ലൊരു എലഗൻ ലുക്ക് തന്നെ കിട്ടും കേട്ടോ. നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടൊരു പീസ് തന്നെയാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ആ ഒരു മയിൽപ്പീലിയൊക്കെ ഇങ്ങനെ ഇളകി പോകാതിരിക്കാനായിട്ട് ഒന്നിങ്ങനെ ഒരു റൗണ്ട് പീസും കൂടെ ഇതുപോലെ ഒരു ആർച്ചും കൂടെ ഞാനൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാർഡ്ബോർഡിൽ നിന്ന്. എന്നിട്ട് നമ്മൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു മയിൽപ്പീലിയൊക്കെ അവിടെ തന്നെ സ്റ്റിക്കായിട്ട് എന്നും നിൽക്കും ചെയ്യും, ഇളകി പോകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്യുമ്പോൾ ആ ഒരു വാൾ ഡെക്കറിനാണെങ്കിൽ കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് ആയിട്ട് കിട്ടും ചെയ്യും. അങ്ങനെ നമ്മൾ പീക്കോക്കിൻ്റെ ഫെദർ വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു വാൾ ഡെക്കറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പീക്കോക്കിൻ്റെ ഫെദർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം സാധാരണ ഫെദേഴ്സൊക്കെ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ആയാലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഒരു 3 വാൾ ഡെക്കർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.